നമസ്കാരം. ഇന്ത്യ എന്തുകൊണ്ടാണ് ഒരു ഡെവലപ്ഡ് നാഷൻ എന്ന് ഇപ്പോഴും പറയാൻ പറ്റാത്തത്? ഇന്ത്യ ഒരു വളർന്നുകൊണ്ടിരിക്കുന്ന കൺട്രിയാണ്, ഡെവലപ്പിംഗ് നാഷനാണ്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഒരു ഒരു അധികം ആളുകളും ദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഇന്ത്യ വളരെയധികം വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് എന്നെല്ലാം കേൾക്കുന്നുണ്ട്. ഇതെല്ലാം കറക്റ്റാണ്. ഇപ്പോൾ അതിൻ്റെ ഒരു കണക്ക് കാണിക്കുകയാണെങ്കിൽ GDP റേറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ നിലവിൽ 5ാം സ്ഥാനമാണുള്ളത്. ഇന്ത്യക്ക് ആദ്യ സ്ഥാനം അമേരിക്കയ്ക്കാണ്. ഏകദേശം $26.9 ട്രില്യൺ അമേരിക്കയുടെ GDP. പിന്നീട് ചൈന നോക്കുകയാണെങ്കിൽ 19.4 ട്രില്യൺ. അമേരിക്കയുടെ ട്രില്യണാണ്, $26.9 ട്രില്യൺ. ചൈനയുടെ 19.4 ട്രില്യൺ. അടുത്തത് ജപ്പാൻ 4.9 ട്രില്യൺ. ജർമ്മനി 4.5 ട്രില്യൺ. ഇന്ത്യ 3.7 ട്രില്യൺ. അപ്പോൾ അതിനുശേഷം UK വരുന്നുണ്ട്, ഫ്രാൻസ്, കാനഡ, റഷ്യ, അങ്ങനെ കുറേ രാജ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളും സേവനങ്ങളും, പ്രൊഡക്റ്റ് ആൻഡ് സർവീസിൻ്റെ മൊത്തം മൂല്യം ആയിട്ട് ഏകദേശം പറയുകയാണെങ്കിൽ അങ്ങനെ. പക്ഷേ ഇവിടുത്തെ ആളുകൾക്ക് എത്ര വെച്ച് കിട്ടുന്നുണ്ട് ഒരു മാസം, അല്ലെങ്കിൽ എത്രയാണ് അവരുടെ ഒരു വരുമാനം എന്ന് പറയുന്നത് നോക്കുമ്പോഴാണ് ഇത് വളരെയധികം കുറവാണ് ഇന്ത്യയിൽ. അതിൻ്റെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ മൊണോക്കോ എന്നുള്ള രാജ്യമാണ് ആളുകൾ ഏറ്റവും കൂടുതൽ സമ്പാദിക്കുന്ന രാഷ്ട്രം. പെർ ക്യാപിറ്റ ഇൻകം ഒരാൾ രാജ്യത്തെ മൊത്തം ആളുകളുടെ സമ്പാദ്യം വെച്ച്, സമ്പാദിക്കുന്ന വരുമാനം വെച്ച് അത് ആളുകളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് പെർ ക്യാപിറ്റ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ മൊണോക്കോ 13,14,000 രൂപ വെച്ചൊരു മാസം അവർ സമ്പാദിക്കുന്നുണ്ട് ഓരോ ആളുകളും, അവിടുത്തെ ഒരു ആവറേജ് നോക്കുകയാണെങ്കിൽ. അത് അടുത്തത് വേറൊരു രാജ്യമാണ്. പിന്നെ ലക്സംബർഗ് 8,30,000 രൂപ, സ്വിറ്റ്സർലാൻഡ് 6,22,000 രൂപ, അമേരിക്ക 4,83,000 രൂപ. അതൊക്കെ ഒരു മാസം ആവറേജ് ആളുകളുടെ ഒരു വരുമാനമാണ് വരുന്നത്. ഇതാണ് ആളുകളുടെ ഒരു ഉയർന്ന നിലവാരമുള്ള രാജ്യങ്ങൾ. പിന്നെ രണ്ടാമത്തെ അപ്പർ മിഡിൽ ഇൻകം വെച്ച് നോക്കുകയാണെങ്കിൽ ചൈനയാണ് വരുന്നത്. 83,000 രൂപ ഒരു മാസം അവരുടെ വരുമാനം. ബ്രസീൽ 55,000 രൂപ, റഷ്യ 69,000 രൂപ, പിന്നെ മെക്സിക്കോ, സൗത്ത് ആഫ്രിക്ക, ടർക്കി ഒരു 65,000 രൂപ വരെയാണ് ടർക്കിയുടെ. പിന്നെ ലോവർ മിഡിൽ ഇൻകം കൺട്രീസാണ്, അതിലാണ് ഇന്ത്യ വരുന്നത്. ഇന്ത്യ വരുന്നത് 13,833 രൂപയാണ് ഇന്ത്യയിലെ ഒരു ആവറേജ് ആളുടെ വരുമാനം എന്ന് പറയുന്നത്. പിന്നെ നൈജീരിയ വരുന്നുണ്ട്. നൈജീരിയ ഇന്ത്യനേക്കാളും മുകളിലാണ്, 17,299 രൂപ. പാകിസ്ഥാൻ 10,000 രൂപ. ബംഗ്ലാദേശ് ഇന്ത്യനേക്കാളും കൂടുതലാണ്, 17,000. കെനിയ 15,000 രൂപ. പിന്നെ ലോ ഇൻകം കൺട്രീസിൽ അഫ്ഗാനിസ്ഥാൻ വരുന്നുണ്ട്, 3,458 രൂപ. എത്യോപ്യ 6,200 രൂപ വരുന്നുണ്ട്. പിന്നെ മൊസാംബിക്ക് വരുന്നുണ്ട്, ഹെയ്ത്തി. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യനെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യക്കാർ 13,000 ആണെങ്കിൽ മൊണോക്കോ 13 ലക്ഷമാണ്. എത്രയാണ് വ്യത്യാസം നോക്കുക. അപ്പോൾ എന്തായിരിക്കും ഇന്ത്യയിലെ ആളുകൾക്ക് പൈസ വരാത്തത്, സമ്പത്ത് വരാത്തതിൻ്റെ ഒരു കാരണം എന്തായിരിക്കും? ഇതിന് ഞാൻ നോക്കുമ്പോൾ കുറേ കാരണങ്ങൾ കണ്ടു. അതായത് റിസ്ക് ടേക്കിംഗ് ഒരു മെൻറ്റാലിറ്റി ഇല്ല. അത് സർവൈവൽ ഓറിയൻറ്റഡ് മൈൻഡ് സെറ്റാണ്. എങ്ങനെ ജീവിക്കുക എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ റിസ്ക് എടുക്കാൻ കഴിയില്ല, പേടിച്ചിട്ടുള്ള മൈൻഡാണ്. പണത്തെ സംബന്ധിച്ചൊരു പേടിയാണ് അവർക്കുള്ളത്. പിന്നെ പണം കുറവാണോ, സമ്പത്ത് ഈ ലോകത്ത് പ്രപഞ്ചത്തിൽ കുറവാണോ എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ട്. പിന്നെ കുറേ കാര്യങ്ങളുണ്ട്, എഡ്യൂക്കേഷൻ്റെ കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഇതിനൊക്കെ ഒരു സം ചെയ്ത് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു മൊത്തത്തിലെടുത്തു കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചെങ്കിൽ
എല്ലാം കൂടെ കൂടുമ്പോൾ ഇന്ത്യത്തെ ആളുകളുടെ ഒരു പൊതുവികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാരിദ്ര്യം എന്തോ ഭയങ്കര സംഭവമാണ്. ദാരിദ്ര്യം ഭയങ്കര മഹത്തായ സംഭവമാണ്. സമ്പന്നത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശം കാര്യമാണ് എന്നുള്ള ഒരു 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 ചിന്താഗതിയാണ് ഇന്ത്യയെ ഈ ഒരു രീതിയിൽ ഒരു അവസ്ഥയിൽ ഇപ്പോഴും നിൽക്കാനുള്ള കാരണം. ഇപ്പോൾ ഒരുപാട് മാറി വരുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നത് ഈ ഇൻ്റർനെറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് പുറമത്തെ ആളുകളായിട്ട് കണക്റ്റഡ് ആവാൻ തുടങ്ങിയപ്പോഴാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് പഴയ കാര്യങ്ങൾ എല്ലാം ഭയങ്കര സംഭവമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സമ്പത്തിനെ കുറിച്ചുള്ളൊരു മനോഭാവം മാറി സമ്പന്നത അല്ലെങ്കിൽ സമ്പത്ത് വളരെ നല്ലതാണെന്നും സമ്പന്നർ വളരെ നല്ല ആൾക്കാരാണെന്നും ദാരിദ്ര്യത്തിലാണ് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നതെന്നും ഉള്ളൊരു ചിന്താഗതി, ഒരു പൊതുവായൊരു ചിന്താഗതി ഇന്ത്യയിലെ സമൂഹത്തിൻ്റെ ജനങ്ങളുടെ ഉള്ളിൽ വരേണ്ടതായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിപ്പോൾ കുറച്ച് ആളുകൾ ഇപ്പോൾ എന്താ പറയുക, ഉയർന്നു പോകുന്ന ആളുകളുടെ ചിന്താഗതി എല്ലാം അങ്ങനെയാണ് വരുന്നത്. ഇപ്പോഴും താഴേക്കടയിൽ നിൽക്കുന്ന ആളുകളുടെ ഈ ചിന്താഗതിയാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ചിന്താഗതി മാറ്റാനുള്ള ഒരു ക്യാമ്പയിനിങ്ങോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മാത്രമാണ് ഇന്ത്യയുടെ ഒരു ആളുകളുടെ ജീവിത നിലവാരം ഉയരുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും അവരൊരു ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും അങ്ങനെയാണ് കിടക്കുന്നത്. ദാരിദ്ര്യത്തിൽ എന്തോ ഭയങ്കര സന്തോഷമുണ്ട് എന്നുള്ള രീതിയിലാണ് അവർ ജീവിക്കുന്നത്. സംഭവം പണം എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ആണെന്ന് ആർക്കും അഭിപ്രായമില്ല. പക്ഷേ പണമുണ്ടെങ്കിലാണ് ഒരുപാട് കാര്യങ്ങൾക്കുള്ള സൊല്യൂഷൻസ് ഉള്ളൂ, ഒരുപാട് ഓപ്ഷൻസ് കിട്ടുള്ളൂ. പണം ലിക്വിഡിറ്റി പ്രദാനം ചെയ്യുന്നതെന്ന് പറയുന്നത് കാരണം എന്താ, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിലോട്ട് യാത്ര ചെയ്യാം, ഒരുപാട് ചോയ്സ് നമുക്ക് എടുക്കാം. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്തായിരിക്കും? ഇങ്ങനെ ഇന്ത്യക്ക് അല്ലെങ്കിൽ ഈ രാജ്യങ്ങൾ ഒരു സാമ്പത്തികമായി ഉയരാത്തതിൻ്റെ കാരണം എന്താണ്? നിങ്ങൾക്ക് ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻറ്റിലൊന്ന് എഴുതുക. ശരി, എന്താണെങ്കിലും വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദി. താങ്ക് യു.